മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർവേ പരിപാടി എന്ന സർക്കാർ ചെലവിൽ വേണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടല്ലേ? അതെ. നല്ല ഒന്നാന്തരം തിരിച്ചടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സർക്കാരിന്റെ മുഖത്തേറ്റ അടി. മുഖത്തേറ്റ അടി തന്നെ. അതായത് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന്. സർക്കാർ ഖജനാവ് എന്ന് പറയുന്നത് ആരുടെ പണമാണ്? പൊതുപണമാണ്. പൊതുപണമാണ്. ആ പൊതുപണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഏർപ്പാടിന് ഇനി ഇറങ്ങണ്ട എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നവകേരള സർവേ എന്ന് പറയുമ്പോൾ നവകേരള സദസ്സ് ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് കേരളീയം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സർക്കാരിന് വേണ്ടി നടത്തുന്ന സർക്കാരിൻ്റെ മേന്മകൾ ഉയർത്തി കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടി നടത്തിയ പരിപാടികളായിരുന്നു. ഇത് എങ്ങനെയാണ്? ഇത് LDFന്റെ പ്രകടന പത്രിക തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പൊതുഖജനാവിൽ നിന്ന് പണം എടുത്ത് സർക്കാർ പാർട്ടി കേഡർമാരെ നിരത്തുകളിലേക്ക് ഇറക്കി വിടുന്നു. പാർട്ടി കേഡർമാരെ ഇറക്കി വിട്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പരാതികളുണ്ടാവും. പരാതിയില്ലാത്ത ഒരു സഖാവ് പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പലരും നേരിട്ട് പല തരത്തിലും പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഈ സർക്കാർ ഇങ്ങനെയല്ല ഞങ്ങൾ ഈ സർക്കാരിനെ കുറിച്ച് വിചാരിച്ചിരുന്നത്. ഇത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സർക്കാരല്ല. ഞങ്ങൾ സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് ഈ സർക്കാർ വന്നതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന തരത്തിലൊക്കെ പാർട്ടിക്കാർ പോലും, അതായത് ഏറ്റവും താഴെക്കിടയിലുള്ള പാർട്ടിക്കാരും അണികളും ഒക്കെ പറയുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു അനുഭാവി പറയുന്നത് ഞാൻ കേട്ടതാണ്. ഇനി ഞാനിത് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ എന്നെ ഇവിടെ നിന്ന് പാർട്ടി അംഗത്വത്തിൽ നിന്ന് മാറ്റുമെങ്കിൽ മാറ്റട്ടെ, ഞാൻ BJPയിൽ പോകുമെന്ന്. അത് ഞാൻ കേട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ അത്രത്തോളം ജനവിരുദ്ധത ഈ സർക്കാരിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സർവേയുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ നൽകിയിട്ടുള്ള ഒരു കാര്യത്തിലും ഈ മറുപടികളിൽ ഒന്നിലും തന്നെ തൃപ്തി വന്നിട്ടില്ല കോടതിക്ക്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് ഈ പണി ഇവിടെ നടപ്പാക്കാൻ നോക്കണ്ട, ഇത് ശരിയാകില്ല. സർവേയുടെ ഫണ്ട് വിനിയോഗത്തിൽ കടുത്ത സംശയം തന്നെയാണ് കോടതി സംശയിച്ചിട്ടുള്ളത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഇത്തരം ഗിമ്മിക്കളുമായിട്ട് ഇനി ഇറങ്ങണ്ട. ഇനി എന്ത് ചെയ്യും പിണറായി സർക്കാർ? ഇപ്പം നാട് നീളെ പല ഹോർഡിങ്ങുകളുമുണ്ട്. പല ഹോർഡിങ്ങുകളിലും പലരും എഴുതാൻ വേണ്ടി നിൽക്കുന്നവരുടെ കാരിക്കേച്ചറും കൊടുത്തിട്ട് നിങ്ങളുടെ പരാതികൾ, നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് പറയൂ, ഞങ്ങൾ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പരിപാടികളൊന്നും പോകില്ല എന്ന് മനസ്സിലാകുന്നു. ഇന്നലെ ഞാൻ കേട്ടത് ഒരു LDFന്റെ പ്രചാരണ പരിപാടികളൊക്കെ തുടങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഗാനം കേട്ടു. അപ്പോൾ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഗാനമാണ്. ചൂരൽമലയിലെ ആളുകളുടെ നോവാറ്റിയത് ആരാണ് അച്ഛാ എന്ന് ഒരു കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ പറയുകയാണ് അത് പിണറായി സർക്കാരാണ്. പിണറായി സർക്കാർ അവിടെ ചെയ്തു? അങ്ങനെയുള്ള ഒരു നീണ്ട നിരയുണ്ട്. എല്ലാം LDF സർക്കാരാണ്. ആ പറഞ്ഞിരിക്കുന്ന പ്രചരണ ഗാനത്തിൽ ഏതെങ്കിലും ഒന്ന് മുഴുമിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കിയതുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ടിരിക്കാൻ ഒരു രസമുണ്ട് എന്നെങ്കിലും പറയാം. ഇത് യാതൊരു തരത്തിലുമുള്ള അന്തസ്സും കാണിക്കാത്ത, രാഷ്ട്രീയപരമായ ഒരു അന്തസ്സ് കാണിക്കുക എന്ന് പറയില്ലേ, അതൊന്നുമില്ല. PR-ന്റെ വർക്ക് കൊണ്ട് മാത്രം ആദ്യത്തെ തവണ അധികാരത്തിൽ വന്നു, രണ്ടാമത്തെ തവണയും അധികാരത്തിൽ വന്നു PR വർക്ക് കൊണ്ട് മാത്രമാണ്. അപ്പോൾ മൂന്നാമത്തെ തവണയും വീണ്ടും കണ്ണിൽ പൊടിയിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനം ശരിയാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ജനം അത് അംഗീകരിക്കില്ല. അപ്പോൾ ജനത്തിൻ്റെ ജനവിരുദ്ധ വികാരങ്ങൾ ഈ സർക്കാരിന് മനസ്സിലാകുന്നതിനെ മറികടക്കുക. ഇപ്പോൾ പെൻഷൻ്റെ കാര്യം എടുത്തു നോക്കുക. പെൻഷൻ കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ സ്പീച്ച് കേട്ടു. മുഖ്യമന്ത്രി പറയുകയാണ് പെൻഷൻ കൂട്ടി, സർക്കാർ വന്നതിന് ശേഷം 1600 ആക്കി, പിന്നീട് അത് 2000 ആക്കി എന്ന് പറഞ്ഞു. 2500 600 ആക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണത്തിൽ കയറിയ സർക്കാരാണ്. അപ്പോൾ ഈ ബാക്കി 500 അല്ലെങ്കിൽ 600 രൂപ മിച്ചം വെച്ചത് മൂന്നാമത് തവണ ഭരണത്തിൽ കയറുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പിച്ച കാശ് പോലെ ഈ ഒരു വാഗ്ദാനം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണോ സർക്കാർ ചെയ്യേണ്ടത്? സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇതെന്തോ ഇവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ കിറ്റിനെ പറ്റിയിട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല. കിറ്റ് വന്ന് ഏറ്റവും ഇതിലുള്ള ആളുകൾക്ക് മാത്രമായിട്ട് ചുരുങ്ങി. സാധാരണയുള്ള ഒരു ജനങ്ങൾക്കും ഇപ്പോൾ കിറ്റിൽ വീഴില്ല എന്നുള്ളത് കൂടി സർക്കാരിന് ബോധ്യമായി എന്നുള്ളതാണ് കിറ്റില്ലായ്മയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അപ്പോൾ ഈ പറയുന്ന പ്രചാരണ പരിപാടികളിലേക്ക് പ്രകടന പത്രികകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ മുന്നിട്ടിറങ്ങുന്നു. സർക്കാർ മുന്നിട്ടിറങ്ങുമ്പോൾ സർക്കാരിന് തന്നെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വകുപ്പുകളും എടുത്ത് അതിൻ്റെ ഉദ്യോഗസ്ഥരെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എവിടെ വീഴ്ച വന്നിട്ടുണ്ട്, ഏതാണ് നടപ്പാക്കാനുള്ള പദ്ധതി. അപ്പോൾ അതിന് ഇനി എന്തെല്ലാം ചെയ്യണം, ഇതെടുത്ത് നോക്കിയാൽ മതി. അതെ, ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർ വെച്ച് കൃത്യമായൊരു മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ പറയും. ഉദ്യോഗസ്ഥർക്ക് എത്ര പരാതികൾ കിട്ടുന്നുണ്ടാകും. മുഖ്യമന്ത്രി ശരിക്കും ഈ നവകേരള സർവേ എന്ന് പറയുന്ന പരിപാടി എന്താണ്? ആ പരിപാടി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് പ്രകടന പത്രിക ഇവർക്ക് തയ്യാറാക്കണം. ഈ പ്രകടന പത്രിക തയ്യാറാക്കണമെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നറിയണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയാൻ വേണ്ടി പാർട്ടി കേഡർമാരെ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പൊതുനിരത്തിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്കൊക്കെ ഇറക്കി വിടുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഈ പരിപാടിക്ക് ഇത്രയും ചെയ്യണം. ഇതിന്റെ ഭാഗമായിട്ടാണോ MA ബേബി പോയി പാത്രം കഴുകിയതൊക്കെ? പാത്രം കഴുകിയതിന്റെ ഉദ്ദേശം അത് തന്നെയാകാനാണ് സാധ്യത. അത് എല്ലാവരും ഉണ്ടല്ലോ, മീൻകറിയുടെ മണവും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ട്രോളായി. ഈ ട്രോളാകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവര് ഈ കഴിഞ്ഞ ദിവസം സർവേ നടത്താൻ സർക്കാർ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുന്നത് പരിപാടിയാണ്. ഇതിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരല്ല, പാർട്ടി കേഡർമാരാണ്. കേഡർമാര് ചുമ്മാ അങ്ങ് ഇറങ്ങി പണിയെടുക്കൂലല്ലോ, അവർക്ക് പൈസ കൊടുക്കണ്ടേ. ആ പൈസ കൊടുക്കണതിന് ഫണ്ട് ഖജനാവിൽ നിന്ന് ഇറക്കണമല്ലോ. അപ്പൊ ഇതെന്തിനാണ് ഈ പരിപാടി നടത്തേണ്ട ആവശ്യം എന്താണ്? ജനഹിതം അറിയുന്ന സർക്കാരല്ലേ, അങ്ങനെയാണല്ലോ ഇവർ സ്വയം പറയുന്നത്. അപ്പോൾ ആ സർക്കാർ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഈ പറയുന്ന 10 വർഷം ഭരിച്ചിട്ട് ഇവർക്ക് ജനഹിതം അറിയാനായില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു അട്ടർ ഫ്ലോപ്പ് സർക്കാരാണെന്ന് ഇവർക്ക് സ്വയം തോന്നണ്ടേ? ജനങ്ങളോട് പാർട്ടി കേഡർമാരെ ഇറക്കേണ്ട ആവശ്യം ഞാൻ നിസ്സാരമായിട്ട് ചോദിക്കുകയാണ്. ഇനി എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ പ്രിയൻ പറയൂ. കാരണം എല്ലാ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി ഒരു കൃത്യമായ മീറ്റിംഗ് നടത്തിയാൽ അതത് വകുപ്പുകളിൽ എന്തെല്ലാം നടക്കുന്നുണ്ട്, ഏതെല്ലാം പ്രോജക്റ്റ് കൃത്യമായി നടപ്പാക്കാനുണ്ട്, ഏതെല്ലാം പാതി വഴിയിൽ മുടങ്ങിയിട്ടുണ്ട്, ഏതെല്ലാം ഫണ്ടില്ലാത്തത് മുടങ്ങിയിട്ടുണ്ട്, എന്തെല്ലാം സർക്കാരിൽ നിന്ന് കൃത്യമായൊരു ഇടപെടൽ ലഭിക്കുക, പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? ഏതെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം പരാതികളുണ്ടാവും. ഈ നവകേരള യാത്ര നടത്തിയല്ലോ, ഇതിൽ ഒരുപാട് പരാതികൾ ഈ സാധാരണക്കാരുടെ കിട്ടിയിട്ടുണ്ട്. ഈ പരാതികൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് ഈ പ്രകടന പത്രിക തയ്യാറാക്കാൻ പറ്റില്ലേ? ഇത് ചെയ്യുന്നില്ലല്ലോ. അതായത് ഈ പറയുന്ന നവകേരള യാത്രയിൽ ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഈ പറയുന്ന പരാതികൾ ഒന്നും തന്നെ കൃത്യമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല. പലതും ബണ്ടിലുകളായിട്ട് പൊതുനിരത്തിൽ കിടക്കുന്നതിന്റെ വാർത്ത ഉൾപ്പെടെ വന്നതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ ഈ സർക്കാർ എന്തിനാണ് ഖജനാവിലെ ഫണ്ട് എടുത്തുകൊണ്ട് ഈ പാർട്ടി കേഡർമാരെ ഇത്തരത്തിൽ ഇറക്കുന്നത്? അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, പലപ്പോഴും സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളിലും വിമർശനം പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെയല്ലേ ഹൈക്കോടതി ഇപ്പോഴും പറഞ്ഞത്. അങ്ങനെ പൊതുഖജനാവിലെ ഫണ്ട് എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 10 വർഷം ഭരിച്ച സർക്കാരിന് ജനത്തെ മനസ്സിലാക്കാനായില്ലെങ്കിൽ നിങ്ങൾ ആ പരിപാടിക്ക് പോകണ്ട. വ്യക്തമല്ലേ? അത് തന്നെയല്ലേ. അതായത് ഈ ഫണ്ട് എവിടെ നിന്നാണ്? ഈ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള മറുപടികളിൽ ഒന്നും തന്നെ തൃപ്തി വന്നിട്ടില്ല ഹൈക്കോടതിക്ക്. എങ്ങനെയാണ് തൃപ്തി വരിക? ഹൈക്കോടതി എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടായിരിക്കും പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ പോലും ചോദിക്കില്ലേ, എന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ വീട് കയറി ഇറങ്ങുന്നത്? നിങ്ങൾ ഞങ്ങളുടെ അടുക്കളയിൽ കയറണ്ട, നിങ്ങൾ പാത്രം കഴുകാൻ നോക്കണ്ട, മീൻകറി വെച്ചോന്ന് ചോദിക്കണ്ട, ഇതൊന്നും ചോദിക്കണ്ട. പക്ഷേ ജനങ്ങൾക്ക് എവിടെ പാളിച്ച ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ടും ഈ പറയുന്ന 2 ടേമിൽ ഭരിച്ച സർക്കാരിന് മനസ്സിലായില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ വീഴ്ചയല്ലേ പ്രിയ? ആ വീഴ്ച ഇവരെങ്ങനെ പരിഹരിക്കും? അപ്പോൾ ആ വീഴ്ച പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി പറയുന്നത് ഈ സർവേയുമായി ബന്ധപ്പെട്ട ഫണ്ട് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ രേഖകളൊക്കെ ഹാജരാക്കാനായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എതിർ സത്യവാങ്മൂലം നൽകാനായിട്ട് സർക്കാരിനോട് കർശനമായിട്ട് ആവശ്യപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടി പരിഗണിച്ചിട്ടാണ് കോടതി ഈ ഒരു തീരുമാനത്തിലേക്ക് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളെ അറിയാനായിട്ട് സർവേ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് കോടതി പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഫണ്ട്, ആ ഫണ്ട് ഏത് രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.
വൻ എന്താ പറയുക വമ്പൻ തുകകളാണ് ഇത്തരം കാര്യങ്ങളിൽ. ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിലും ഫണ്ട് വകയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പലതിലും ക്രമക്കേടും കാര്യങ്ങളും ഒക്കെയാണ് നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ അത് ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുന്നവരുടെ കൂടി അനാസ്ഥകൾ കൊണ്ടാണ്. അപ്പോൾ അത് തിരുത്താൻ കെൽപ്പുണ്ടാകണമല്ലോ ഒരു സർക്കാരിന്. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൻ്റേതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഫണ്ടൊക്കെ ചെലവഴിക്കുന്നതിൽ കൃത്യമായ ഒരു മാനദണ്ഡവും കാര്യങ്ങളും കണക്കും ഒക്കെ വേണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ്, ജനഹിതം അറിയാൻ വേണ്ടിയിട്ട് കേഡർമാരെ ഇറക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല. കേഡർമാരെ ഇറക്കി വിടേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയൻ എന്താണ് തോന്നുന്നത്? അത് തന്നെയാണ്. അത് നാടിൻ്റെ പൾസ്, ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റാത്ത ഒരു സർക്കാരിന് സർവേ നടത്തേണ്ടി വരുന്ന ഗതികേടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന സമയത്തല്ല നടത്തേണ്ടിയിരുന്നത്. ജനങ്ങളുടെ പൾസ് അറിയണമെങ്കിൽ അധികാരത്തിൽ വന്ന സമയത്ത് നടത്തണമായിരുന്നു. എന്നിട്ട് ആ ഹിതത്തിനനുസരിച്ച് ജനം എന്താണോ പറയുന്നത്, ജനത്തിൻ്റെ പറയുന്നതിൻ്റെ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമായിരുന്നു. വീണ്ടും അധികാരം നേടാൻ വേണ്ടിയിട്ടുള്ള വീണ്ടും അധികാരം നേടാൻ വേണ്ടിയിട്ടുള്ള ഗിമ്മിക്കുകൾക്കല്ല അത് ഉപയോഗിക്കേണ്ടത്.